ലോകത്തിലുള്ള മൊത്തം ഇംഗ്ലീഷ് വെറും മൂന്ന് ആശയങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് കഴിഞ്ഞൊരു ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അഥവാ ബി, ഡു, ഹാവ് എന്നീ 3 ആശയങ്ങളാണ് ടോട്ടൽ ഇംഗ്ലീഷ് എന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ ഒരു എക്സ്പാൻഡഡ് വേർഷനാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. അഥവാ സംബഡി, സംതിങ് പ്ലസ് ബി, ഡു, ഹാവ്. ബി, ഡു, ഹാവ് എന്ന ആശയങ്ങളോടൊപ്പം കണക്ട് ചെയ്യപ്പെടുന്ന വാക്കുകളെക്കുറിച്ചും ആ വാക്കുകളിലൂടെ എങ്ങനെ ആശയം സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളത് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. തീർച്ചയായും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇറ്റ്സ് മീ ടി പി ഷമീം. വെൽക്കം ഓൾ ടു ഷമീംസ് ലാംഗ്വേജ് ഹൗസ്. ഷമീംസ് ലാംഗ്വേജ് ഹൗസിൻ്റെ മറ്റൊരു സ്പോക്കൺ ഇംഗ്ലീഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. സംബഡി, സംതിങ് പ്ലസ് ബി, ഡു, ഹാവ്. ഇതാണ് ടോട്ടൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന എക്സ്പാൻഡഡ് വേർഷൻ. നേരത്തെ നമ്മൾ സംസാരിച്ചതാണ് ബി, ഡു, ഹാവ് എന്ന ആശയത്തെക്കുറിച്ച്. ബി എന്നുള്ളത് ആവുക, ഡു എന്നുള്ളത് ആക്ഷൻ വേർബ്സ്, ഹാവ് എന്നുള്ളത് പൊസഷൻ അഥവാ ഓണർഷിപ്പ്. ബി എന്നുള്ളത് ഒരു വ്യക്തിയുടെ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. ഡു എന്നുള്ളത് വ്യക്തിയുടെ പ്രവൃത്തികളെക്കുറിച്ച് പറയുന്നു. ഹാവ് എന്നുള്ളത് വ്യക്തിക്ക് ഉള്ളതിനെക്കുറിച്ചും ഇല്ലാത്തതിനെക്കുറിച്ചും പറയുന്നു. ഇതിനോടൊപ്പം സംബഡി, സംതിങ്, സംബഡി എന്ന് പറയുന്നതും സംതിങ് എന്ന് പറയുന്നതും ഈ ആശയങ്ങളുടെ മുന്നിൽ വരുന്ന അല്ലെങ്കിൽ വിളിക്കപ്പെടുന്ന പേരുകളാണ്. സംബഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവനുള്ള സാധനങ്ങളാണ്. അഥവാ മനുഷ്യർ, മൃഗങ്ങൾ, പക്ഷികൾ, ഇതൊക്കെ ജീവനുള്ള സാധനങ്ങളാണ്. ഈ ജീവനുള്ള സാധനങ്ങളെ കുറിച്ചാണ് നമ്മളൊക്കെ സംസാരിക്കുന്നത്, അല്ലേ? മനുഷ്യരെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നു, മൃഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു, പക്ഷികളെക്കുറിച്ച് സംസാരിക്കുന്നു. അഥവാ ഹീ ഈസ് എ ഗ്രേറ്റ് മാൻ, അദ്ദേഹം ഒരു മഹാനായ മനുഷ്യനാണ്. പീകോക്ക് ഈസ് ദ നാഷണൽ ബേർഡ്, മയിൽ ദേശീയ പക്ഷിയാണ്. കൗ ഈറ്റ്സ് ഗ്രാസ്, പശു പുല്ലുകൾ തിന്നാറുണ്ട്. അപ്പം മനുഷ്യരെക്കുറിച്ച് സംസാരിച്ചു, മൃഗങ്ങളെക്കുറിച്ച് സംസാരിച്ചു, പക്ഷികളെക്കുറിച്ച് സംസാരിച്ചു. ഇതേപോലെ തന്നെയാണ് സംതിങ്, ജീവനില്ലാത്ത സാധനങ്ങൾ അഥവാ നോൺ ലിവിങ് തിങ്സ്. ആദ്യത്തേത് ലിവിങ് തിങ്സ്, ജീവനുള്ള സാധനങ്ങൾ അഥവാ സംബഡി. രണ്ടാമത്തേത് സംതിങ്, ജീവനില്ലാത്ത വസ്തുക്കൾ, ടേബിൾ, ചെയർ. ഇവിടെ നോൺ ലിവിങ് തിങ്സിനോടൊപ്പം പ്ലേസും കൂടിയും ഇതിലേക്ക് നിന്നാണ് ഉൾപ്പെടുന്നതായിരിക്കും, അഥവാ സ്ഥലങ്ങളെക്കുറിച്ച് പറയാൻ. അപ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഒന്ന് മനുഷ്യരെക്കുറിച്ച് സംസാരിക്കും, മറ്റൊന്ന് മൃഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പക്ഷികളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, പിന്നെ നോൺ ലിവിങ് തിങ്സ് ആയ ടേബിൾ, ചെയർ ഇങ്ങനെയുള്ള വസ്തുക്കളെക്കുറിച്ച് സംസാരിക്കും. അതേപോലെ തന്നെ സ്ഥലങ്ങളെക്കുറിച്ച് സംസാരിക്കും. ഇതൊക്കെ ഉൾപ്പെടുന്നതാണ് ടോട്ടൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എല്ലാ വാക്കുകളും, ഈ വിളിക്കപ്പെടുന്ന പേരുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്യും. ഇനി നമുക്ക് ഈ ഒരു സംബഡി, സംതിങ്ങും പ്ലസ് ബി, ഡു, ഹാവ് എന്നുള്ളത് കണക്ട് ചെയ്തിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അഥവാ ഞാൻ എന്നെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ആദ്യം ബി എന്ന ആശയത്തിലേക്ക് കണക്ട് ചെയ്യാണ്. ഐ ആം എ ടീച്ചർ. ഐ ആം എ ടീച്ചർ. ബി എന്നുള്ളത് ഒരവസ്ഥയാണ്, സ്റ്റേറ്റ് ഓഫ് ബീങ്. എൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഐ ആം എ ടീച്ചർ. രണ്ടാമത് ഡു വെച്ചിട്ടാണ് പറയുന്നത്. ഐ ആം എ ടീച്ചർ, സോ ഐ ടീച്ച് ഇംഗ്ലീഷ്. ഇവിടെ ടീച്ച് എന്നുള്ളത് ആക്ഷൻ വേർബാണ്. സോ ഐ ടീച്ച് ഇംഗ്ലീഷ്. ഇനി ഹാവ് ആണ് കണക്ട് ചെയ്യേണ്ടത്. ബിക്കോസ് ഐ ഹാവ് എഫിഷ്യൻസി ഇൻ ടീച്ചിങ്. എനിക്ക് ടീച്ചിങ്ങിൽ എഫിഷ്യൻസി ഉണ്ട്. ദ ഫസ്റ്റ് സെൻറ്റൻസ് സംബഡി പ്ലസ് ബി, ഐ ആം എ ടീച്ചർ. നെക്സ്റ്റ് വൺ സംബഡി പ്ലസ് ഡു, ഐ ടീച്ച് ഇംഗ്ലീഷ്. നെക്സ്റ്റ് വൺ somebody plus have, I have efficiency in teaching. ഇതേപോലെ സംതിങ് പ്ലസ് ബി, ഡു, ഹാവ് ആണ് ഇനി കണക്ട് ചെയ്യപ്പെടുന്നത്. സംതിങ് പ്ലസ് ബി, കാലിക്കറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. സംതിങ് പ്ലസ് ഡു, കാലിക്കറ്റ് അട്രാക്ട്സ് ലോട്ട് ഓഫ് പീപ്പിൾ. സംതിങ് ഹാവ്, കാലിക്കറ്റ് ഹാസ് മെനി പാർക്സ്. കാലിക്കറ്റിന് ഒരുപാട് പാർക്കുകളുണ്ട് കാലിക്കറ്റിൽ. ഇവിടെ സംബഡി, സംതിങ് പ്ലസ് ബി, ഡു, ഹാവിനെ ഞാൻ കണക്ട് ചെയ്യും.
ഇനി ഞാൻ സംബഡി സംതിങ് പ്ലസ് ബി ഡു ഹാവ് ഒരിക്കൽ കൂടി സംബഡി പ്ലസ് ബി ഡു ഹാവും സംതിങ് പ്ലസ് ബി ഡു ഹാവിൻ്റെ സെൻറ്റൻസുകൾ പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ശരിക്കും മനസ്സിലാക്കുക, ആദ്യം സംബഡി പ്ലസ് ബി ഡു ഹാവ് ആണ്, അഥവാ സംബഡി എന്ന് പറഞ്ഞാൽ ജീവനുള്ള സാധനം. അപ്പോൾ നമ്മളെക്കുറിച്ച് സംസാരിക്കാം, അല്ലെങ്കിൽ പക്ഷികളെക്കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച്. അപ്പോൾ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ എന്താണ് മനുഷ്യരെക്കുറിച്ചാണ് സംസാരിക്കാറ് അല്ലേ. അപ്പോൾ നമുക്ക് എന്നെക്കുറിച്ച് തന്നെ ഞാൻ സംസാരിക്കുകയാണ്. നേരത്തെ ഒരു സെൻറ്റൻസ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറയുകയാണ്. അപ്പോൾ സംബഡി പ്ലസ് ബി ഡു ഹാവ്, ഞാൻ എന്നെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം എൻ്റെ അവസ്ഥയാണ് സംബഡി പ്ലസ് ബി. അപ്പോൾ ഐ ആം എ ടീച്ചർ, ഞാനൊരു അധ്യാപകനാണ്. നെക്സ്റ്റ് സംബഡി പ്ലസ് ഡു, സോ ഐ ടീച്ച് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ സംബഡി പ്ലസ് ഹാവ്, എൻ്റെ കയ്യിൽ ഉള്ളത്, എൻ്റെ പൊസഷൻ, എൻ്റെ കൈവശമുള്ളതാണ് പറയേണ്ടത്. അപ്പോൾ സംബഡി പ്ലസ് ഹാവ്, ഐ ഹാവ് എഫിഷ്യൻസി ഇൻ ടീച്ചിങ്, ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ ടീച്ചിങ്. നമുക്ക് എന്തും പറയാം ഇവിടെ കേട്ടോ. ഇനി സംതിങ് പ്ലസ് ബി ഡു ഹാവ് ആണ്. സംതിങ് പ്ലസ് ബി ഡു ഹാവ് കുറച്ചൊരു ഡിഫിക്കൽട്ടാണ് സംബഡീനേക്കാളും. കാരണം നമ്മൾ ജീവനില്ലാത്ത സാധനങ്ങളെക്കുറിച്ച് നമ്മൾ കുറച്ചേ പറയുകയുള്ളൂ. ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കുന്നതാണ് മനുഷ്യരെക്കുറിച്ച് അല്ലേ. അതിനുശേഷമാണ് മറ്റുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ സംതിങ് പ്ലസ് ബി ഡു ഹാവിൽ സംതിങ്, അതെന്തായിരിക്കാം സംതിങ്? സംതിങ് ജീവനില്ലാത്ത സാധനം മാത്രമല്ല, പ്ലേസ്, സ്ഥലം, അതേപോലെ തന്നെ സ്ഥാപനങ്ങളെക്കുറിച്ചും നമുക്കിതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ സംതിങ് പ്ലസ് ബി ഡു ഹാവ്, ഞാൻ എന്നെക്കുറിച്ച് പറഞ്ഞു, ഇനി എൻ്റെ സ്ഥാപനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ സംതിങ് പ്ലസ് ബി ഡു ഹാവ്, ബ്രിട്ടീഷ് അക്കാഡമി അല്ലെങ്കിൽ ഷമീംസ് ലാംഗ്വേജ് ഹൗസ്. ബ്രിട്ടീഷ് അക്കാഡമി ഈസ് വൺ ഓഫ് ദി ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇൻ കേരള. ബ്രിട്ടീഷ് അക്കാഡമി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അല്ലേ, കേരളത്തിൽ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇനി സംതിങ് പ്ലസ് ഡു, ബ്രിട്ടീഷ് അക്കാഡമി എന്താണ് ജോലി ചെയ്യുന്നത്? ബ്രിട്ടീഷ് അക്കാഡമി ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഡു എന്ന് പറഞ്ഞാൽ ആക്ഷൻസ് അല്ലേ, ബി എന്ന് പറഞ്ഞാൽ അവസ്ഥ. അപ്പോൾ സംതിങ് പ്ലസ് ഡു, ബ്രിട്ടീഷ് അക്കാഡമി പ്രൊവൈഡ്സ് ലാംഗ്വേജ് ട്രെയിനിങ്. ഇനി ബ്രിട്ടീഷ് അക്കാഡമിക്ക് ഉള്ളതാണ് ബ്രിട്ടീഷ് അക്കാഡമി ഹാവ് എന്തായിട്ട് മാറും? സംതിങ് പ്ലസ് ഹാവ്, ബ്രിട്ടീഷ് അക്കാഡമി ഇസ് എ സിംഗുലർ. അപ്പോൾ ബ്രിട്ടീഷ് അക്കാഡമി ഹാസ് മെനി ബ്രാഞ്ചസ്, ബ്രിട്ടീഷ് അക്കാഡമി ഹാസ് എ ലോട്ട് ഓഫ് സ്റ്റുഡൻസ്. ബ്രിട്ടീഷ് അക്കാഡമിക്ക് ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് അക്കാഡമി ഹാസ് മെനി ബ്രാഞ്ചസ്, ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ബ്രാഞ്ചുകളുണ്ട്. ഇതാണ് സംബഡി സംതിങ് പ്ലസ് ബി ഡു ഹാവ്, റൈറ്റ്? അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ പോലും ഞാൻ എന്താണ് ഇനിയും ഒരു 2 സെൻറ്റൻസുകൾ കൂടി പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഒന്ന് സംബഡി, ഒന്ന് സംതിങ്. അപ്പോൾ സംബഡിയിൽ നമുക്ക് നമ്മുടെ മുൻ ഫോമർ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ അബ്ദുൽ കലാമിനെ കുറിച്ച് നമുക്ക് പറയാം. അബ്ദുൽ കലാമിനെ കുറിച്ച് പറയുമ്പോഴെങ്ങനെയാണ് പറയാം? സംബഡി പ്ലസ് ബി ഡു ഹാവ് ആദ്യം അല്ലേ. അപ്പോൾ അബ്ദുൽ കലാം ഈസ് എന്ന് പറയുമോ? ഇപ്പോഴത്തെ അവസ്ഥ പറയുമ്പോഴെന്നാണ് ഈസ് പറയില്ല, കാരണം അദ്ദേഹം മരിച്ചുപോയി. അപ്പം അബ്ദുൽ കലാം വാസ് അവർ ഫോമർ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. ഫോമർ എന്ന് പറഞ്ഞാൽ എക്സ്, മുൻപേ ഉള്ള. അപ്പോൾ അബ്ദുൽ കലാം വാസ് ഫോമർ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ. അബ്ദുൽ കലാം വാസ് എ റൈറ്റർ. എന്തും പറയാം. ഈ അവസ്ഥ എന്ന് പറയുന്നത് വെറും ഒരു സെൻറ്റൻസ് മാത്രമല്ല, നമുക്ക് എന്തൊക്കെ വരുന്നുണ്ടോ അതൊക്കെ പറഞ്ഞ് പരിശീലിക്കുക. അപ്പോൾ അബ്ദുൽ കലാം വാസ് എ റൈറ്റർ, അബ്ദുൽ കലാം വാസ് എ ഗുഡ് സ്പീക്കർ, മോട്ടിവേഷൻ സ്പീക്കർ. അബ്ദുൽ കലാം വാസ് എ മോട്ടിവേഷൻ സ്പീക്കർ. അബ്ദുൽ കലാം വാസ് എ ജീനിയസ്. ഹി വാസ് എ സയൻറ്റിസ്റ്റ്. അങ്ങനെ എന്തൊക്കെ അദ്ദേഹത്തിന് പദവിയുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് അല്ലേ. എല്ലാം വാസിലാണ് പറയുക, കാരണം എന്താണ്? പാസ്റ്റാണ്, അദ്ദേഹം ഇപ്പോഴില്ല. ഇനി അബ്ദുൽ കലാമിൻ്റെ അബ്ദുൽ കലാം ആക്ഷൻസ്, സംബഡി പ്ലസ് ഡു അബ്ദുൽ കലാമിൻ്റെ ആക്ഷൻസ്. എന്തൊക്കെ ആക്ഷൻസ് ഉണ്ട്? അബ്ദുൽ കലാം റോട്ട് ലോട്ട് ഓഫ് ബുക്സ് അല്ലെ, ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിരുന്നു. അബ്ദുൽ കലാം ഡിഡ് ലോട്ട് ഓഫ് സ്പീച്ച്, ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. അബ്ദുൽ കലാം ഇൻവെൻറ്റഡ് മെനി തിങ്സ്. അബ്ദുൽ കലാം റെഡ് മെനി ബുക്സ്. അതേപോലെ തന്നെ ഇതൊക്കെ ആക്ഷനായിട്ട് വരുന്നതാണ് കേട്ടോ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. അബ്ദുൽ കലാമിനെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്താണ് പെട്ടെന്ന് വരുന്നത് അതൊക്കെ നമുക്കെന്താണ് ഇതിൽ ഉൾപ്പെടുത്താം ആക്ഷനായിട്ട്. ഓക്കെ. അബ്ദുൽ കലാം ഗേവ് മെനി വണ്ടർഫുൾ സ്പീച്ചസ്. അബ്ദുൽ കലാം ലൗഡ് ചിൽഡ്രൻ. അബ്ദുൽ കലാം ബിക്കെയിം. ഇതെന്താണ്? പീൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. നെക്സ്റ്റ് വൺ, അബ്ദുൽ കലാം ലേൺഡ് എ ലോട്ട്.
നെക്സ്റ്റ് അബ്ദുൽ കലാമിൻ്റെ ഹാവിനെ കുറിച്ചാണ്. അബ്ദുൽ കലാം ഉള്ളത് എന്തൊക്കെയായിരുന്നു? അബ്ദുൽ കലാം ഹാഡ്, അവിടെ പാസ്റ്റ് ടെൻസ് ആണ്. അബ്ദുൽ കലാം ഹാഡ് ലോങ് ഹെയർ അല്ലേ? അബ്ദുൽ കലാം ഹാഡ് നൈസ് പെൻ. അബ്ദുൽ കലാം ഹാഡ് ലോട്ട് ഓഫ് ഷേർട്സ്. അബ്ദുൽ കലാം ഹാഡ് നൈസ് ക്യാരക്ടർ. അപ്പോൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ എന്താണ് ഇതിൽ നമുക്ക് പറയാം. അബ്ദുൽ കലാം ഹാഡ് വണ്ടർഫുൾ ക്യാരക്ടർ, എങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഇനി സംതിങ് പ്ലസ് വി ഡു ഹാവ്. സംതിങ് എന്നുള്ളത് നമുക്കെന്താണ്, നേരത്തെ സ്ഥാപനത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി സ്ഥലത്തിനെ കുറിച്ച് പറയാം. ഇപ്പോൾ ഇന്ത്യനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ്? ഇന്ത്യ പ്ലസ് വി ഡു ഹാവ്. ഇന്ത്യൻ്റെ അവസ്ഥ നമുക്ക് എന്തും പറയാം. ഇന്ത്യ ഈസ് മൈ കൺട്രി എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇന്ത്യനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യൻ്റെ അവസ്ഥ, ഇന്ത്യ ഈസ് ലാർജസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ് അല്ലേ? ഇന്ത്യ ഈസ് ലാർജസ്റ്റ് പോപ്പുലേറ്റഡ് കൺട്രി ഇൻ ദ വേൾഡ്. ഇന്ത്യ ഈസ് എ ഡെമോക്രാറ്റിക് കൺട്രി. ഇന്ത്യ ഈസ് ദ ബിഗ്ഗസ്റ്റ് ഡെമോക്രാറ്റിക് കൺട്രി. അടുത്തത് ഇന്ത്യൻ്റെ ആക്ഷനാണ്. ഇന്ത്യ പ്രൊവൈഡ്സ് മെനി എംപ്ലോയ്മെൻറ്റ്. അതേപോലെ തന്നെ ഇന്ത്യ കോൺട്രിബ്യൂട്ട് മെനി തിങ്സ് ടു അതർ കൺട്രി. ഇന്ത്യ ഡെവലപ്ഡ് ലോട്ട് ഓഫ് മിസൈൽസ്. ഇന്ത്യ ഇൻവെൻറ്റഡ് മെനി തിങ്സ്. ഇന്ത്യ ബിക്കെയിം ഫ്രീഡം. അപ്പോൾ ഇന്ത്യ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. അടുത്തത് ഇന്ത്യക്കുള്ള സംഭവമാണ്. ഇന്ത്യ ഹാസ് അല്ലേ? ഇന്ത്യക്ക് എന്തുണ്ട്? ഇന്ത്യ ഹാസ് ലോട്ട് ഓഫ് സ്റ്റേറ്റ്സ്. ഇന്ത്യ ഹാസ് മെനി ചീഫ് മിനിസ്റ്റേഴ്സ്. ഇന്ത്യ ഹാസ് പ്രൈം മിനിസ്റ്റർ. അപ്പോൾ ഇന്ത്യക്ക് ഉള്ളതെല്ലാം നമുക്ക് പറയാം. ഇന്ത്യ ഹാസ് മെനി ഡിസ്ട്രിക്ട്സ്. ഇന്ത്യ ഹാസ് എ ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷൻ. നല്ല ഭരണഘടനയുണ്ട്. ഇന്ത്യ ഹാസ് മോർ ദാൻ 135 crores people. India has many villages. India has many cities. India has many parks. India has many monuments. India has many forts. India has many wonderful places. അങ്ങനെ എന്തൊക്കെ നമ്മുടെ വായിൽ വരുന്നുണ്ടോ അതൊക്കെ നമുക്കെന്താണ് ഇതിൽ ഉൾപ്പെടുത്താം. ഇതാണ് സംതിങ് പ്ലസ് വി ഡു ഹാവ്. അപ്പോൾ ഏകദേശം ഒരു ധാരണ, നമ്മുടെ ടോട്ടൽ ഇംഗ്ലീഷിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സംബഡി, സംതിങ് പ്ലസ് വി ഡു ഹാവ്, ഇതാണ് ടോട്ടൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അപ്പുറം ഒരു ഇംഗ്ലീഷ് ഇല്ല. നമ്മൾ ഏതൊരു സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് ഒന്നുകിൽ സംബഡി പ്ലസ് വി ഡു ഹാവിലായിരിക്കും, അല്ലെങ്കിൽ സംതിങ് പ്ലസ് വി ഡു ഹാവിലായിരിക്കും. ഇതിൻ്റെ പുറത്ത് ഒരു സെൻറ്റൻസും വരില്ല. അപ്പോൾ ഇതാണ് ടോട്ടൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഷ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്താണ് സംസാരിക്കാനും എഴുതാനും എല്ലാം സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിറ്റി എന്താണ് മലയാളത്തിൻ്റെ, ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഫോർമാറ്റാണ് സംബഡി, സംതിങ് പ്ലസ് വി ഡു ഹാവ് എന്ന ടോട്ടൽ ഇംഗ്ലീഷ്. സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ട് ഈ സംബഡി പ്ലസ് വി ഡു ഹാവ്, സംതിങ് പ്ലസ് വി ഡു ഹാവിൽ ഒരുപാട് സെൻറ്റൻസുകൾ നമ്മൾ കണക്ട് ചെയ്യുക, വ്യത്യസ്ത ആൾക്കാരുടെ വെക്കുക. സച്ചിൻ ടെണ്ടുൽക്കർ, അതേപോലെ അമിതാഭ് ബച്ചൻ, ഷാറൂഖ് ഖാൻ, ഇവരൊക്കെ വെച്ചിട്ട് സംബഡി പ്ലസ് വി ഡു ഹാവ് വെക്കുക. അതേപോലെ സംതിങ് വെക്കുമ്പോൾ കൺട്രീസ് വെക്കാം, പ്ലേസ് വെക്കാം. അതേപോലെ തന്നെ സ്ഥാപനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതേപോലെ തന്നെ ടേബിൾസ്, ചെയർ, അങ്ങനെയുള്ള വസ്തുക്കൾ, ഐ മീൻ നോൺ ലിവിങ് തിങ്സ്, ജീവനില്ലാത്ത വസ്തുക്കളെ വെച്ചിട്ട് തുടക്കം എന്നാണ് നമുക്ക് പറയാം. ഇപ്പോൾ മൊബൈൽ ഫോൺ, അപ്പോൾ മൊബൈൽ ഫോണിനെ പറയുമ്പോഴെങ്ങനെ സംതിങ് പ്ലസ് വി ഡു ഹാവിൽ. അപ്പോൾ മൊബൈലിൻ്റെ അവസ്ഥ എന്താണ്? മൊബൈൽ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിവൈസ് ഇൻ ദ വേൾഡ് അല്ലേ? അതേപോലെ തന്നെ മൊബൈൽ ആക്ഷൻസ് എന്താണ്? മൊബൈൽ ഗിവ്സ് മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. അതേപോലെ മൊബൈൽ ഹാസ് മെനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. മൊബൈൽ ഹാസ് കീബോർഡ് ആൻഡ് മൊബൈൽ ഹാസ് മെനി അതർ തിങ്സ്. അപ്പോൾ എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റും, ഇതൊക്കെ എന്താണ് പറയാം. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ ഒരു സംബഡി, സംതിങ് പ്ലസ് വി ഡു ഹാവ് എന്ന ഫോർമാറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ നന്നായിട്ട് ഈ സംബഡി, സംതിങ് പ്ലസ് വി ഡു ഹാവ് നന്നായി പ്രാക്ടീസ് ചെയ്യുക. അതിലൂടെ നിങ്ങൾ പെർഫെക്ഷനിലേക്ക് എത്തുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഇത്തരം വ്യത്യസ്ത വീഡിയോകൾ ചെയ്യുവാൻ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളുമൊക്കെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും. കൂടാതെ ഇംഗ്ലീഷ്, ഹിന്ദി, അറബി എന്നീ 3 ഭാഷകളുമായി ബന്ധപ്പെട്ട എന്ത് സംശയങ്ങൾക്കും എന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ നമ്പർ 9207713666. Thank you very much for listening and all the best.